മാസപ്പടി കേസിൽ പഴുതടച്ച അന്വേഷണവുമായി ഇഡി. വീണ വിജയന്റെ ചോദ്യം ചെയ്യൽ അന്വേഷണ സംഘം പൂർണ്ണമായും ചിത്രീകരിച്ചു. 360 ഡിഗ്രിയിൽ പകർത്തിയ ദൃശ്യങ്ങൾ ഇഡി സൂക്ഷിക്കും. അന്വേഷണം തടസ്സപ്പെടുത്താൻ ഇഡിക്കെതിരെ ഉയർത്തേക്കാവുന്ന ദുരാരോപണങ്ങൾ തടയാനുള്ള പ്രധാന തെളിവ് കൂടിയാകും പകർത്തിയ ദൃശ്യങ്ങൾ. വീണയെ ഈ ആഴ്ച വീണ്ടും ചോദ്യം ചെയ്തേക്കും. മാസപ്പടി കേസിൽ ഇ ഡി അന്വേഷണത്തിന് തടയിടാനുള്ള നീക്കങ്ങൾ ആസൂത്രിതമായി നടക്കുമ്പോൾ ശ്രദ്ധയോടെയാണ് ഇ ഡിയുടെ നീക്കങ്ങൾ. 2 തവണയായി നടന്ന വീണയുടെ ചോദ്യം ചെയ്യൽ പൂർണ്ണമായും ക്യാമറയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. 360 ഡിഗ്രിയിൽ വീണയെയും ഉദ്യോഗസ്ഥരെയും വ്യക്തമാകുന്ന വിധം പകർത്തിയ ദൃശ്യങ്ങളിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും വ്യക്തമാണ്. ചോദ്യം ചെയ്യലിനിടെ ഇ ഡി ശാരീരിക ആക്രമണത്തിന് ശ്രമിച്ചെന്നും മർദ്ദിച്ചെന്നെല്ലാമുള്ള ആരോപണങ്ങളും തെറ്റായ പരാതികളും ഉയർത്താനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടാണ് വീണയടക്കമുള്ളവരുടെ ചോദ്യം ചെയ്യലുകൾ പൂർണ്ണമായും ക്യാമറയിൽ പകർത്തുന്നത്. PMLA സെക്ഷൻ 50 പ്രകാരം ഇ ഡി രേഖപ്പെടുത്തുന്ന മൊഴികൾ കോടതിയിൽ തെളിവായി കൂടി സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ രേഖപ്പെടുത്തിയ മൊഴികൾക്ക് പുറമെ ചോദ്യം ചെയ്യലിന്റെ ദൃശ്യങ്ങളോ ശബ്ദരേഖകളോ കോടതിക്ക് കൈമാറാറില്ല. എന്നാൽ ചോദ്യം ചെയ്യലിനിടെ ഭീഷണിപ്പെടുത്തിയെന്നും മർദ്ദിച്ചെന്നെല്ലാമുള്ള പ്രതികളുടെ ആരോപണങ്ങളിൽ വസ്തുത കോടതിയിലും ബോധിപ്പിക്കാൻ സഹായകമാണ് പകർത്തുന്ന ദൃശ്യങ്ങൾ. ഇതിനിടെ 2 തവണ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ച വീണയെ ഈ ആഴ്ച ഇ ഡി വീണ്ടും ചോദ്യം ചെയ്തേക്കും. ജൂൺ 17-നും 25-നും ചോദ്യം ചെയ്തിരുന്നു. മൊഴികളിലെ അവ്യക്തതകൾ നീക്കാനും SFIയിൽ നിന്ന് ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലുമാകും ഇനിയുള്ള ചോദ്യം ചെയ്യൽ. ജനം, കൊച്ചി.